സ്ഥാപിതമായ ശേഷിയിൽ 100 ജിഗാവാട്ട് എന്ന നേട്ടം മറികടന്ന ചരിത്രപരമായ നാഴികക്കല്ല് കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇതോടെ പുനരുപയോഗ ഊർജ്ജ രംഗത്തെ ആഗോള നേതാവെന്ന നിലയിലുള്ള സ്ഥാനം രാജ്യം ശക്തിപ്പെടുത്തുന്നു. ഈ ശ്രദ്ധേയമായ നേട്ടവും ശുദ്ധവും ഹരിതവുമായ ഭാവിയിലേക്കുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയുടെ തെളിവാണ്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ച 2030 500 ജിഗാവാട്ട് ഫോസിൽ ഇതര ഇന്ധന അധിഷ്ഠിത ഊർജ്ജശേഷി എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പും കൂടിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയുടെ ഊർജ്ജയാത്ര ചരിത്രപരവും പ്രചോദനാത്മകവുമാണെന്ന് കേന്ദ്ര നവപുനരുപയോഗ ഊർജ്ജ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. സോളാർ പാനലുകൾ, സോളാർ പാർക്കുകൾ തുടങ്ങിയ സംരംഭങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്. അതിന്റെ ഫലമായി ഹരിത ഊർജ്ജ മേഖലയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമാകുക മാത്രമല്ല, ലോകത്തിനൊരു പുതിയ പാത കാണിച്ചു കൊടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ ഹൈബ്രിഡ് റൗണ്ട് ദി ക്ലോക്ക് പുനരുപയോഗ ഊർജ്ജ പദ്ധതികളും അതിവേഗം പുരോഗമിക്കുകയാണ്. മൊത്തം സ്ഥാപിത പുനരുപയോഗ ഊർജ്ജശേഷിയുടെ 47% വരുന്ന സൗരോർജ്ജം ഇന്ത്യയുടെ പുനരുപയോഗ ഊർജ്ജ വളർച്ചയിൽ പ്രധാന സംഭാവനയാണ് നൽകുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.